ഈ കഥ പറയുന്നത് കോളറ എങ്ങനെ എൻ്റെ ഗ്രാമത്തെ മാറ്റിമറിച്ചു എന്നതാണ്. കോളറയുടെ ചെറിയ അണുക്കൾ കാണാൻ പറ്റാത്തവണ്ണം ചെറുതാണ്. നദിയിൽ ആകമാനം വ്യാപിച്ചിരിക്കും. തീരെ ചെറുതെങ്കിലും ഏറെ ആപത്കരങ്ങളാണിവ. ഈ യാഥാർത്ഥ്യമറിയാതെ സ്ത്രീകൾ ഇവയെ വെള്ളത്തിലൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പ്രാണികൾ കോളറയെ തങ്ങളുടെ കാലുകളിൽ വഹിക്കുന്നു. വൃത്തിഹീനമായ കൈകളിലൂടെയും ഇത് പടരുന്നു. നമ്മൾ വെള്ളം, ആഹാരം, കൈകൾ എന്നിവയിലൂടെ കോളറ അണുക്കളെ വിഴുങ്ങും. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. രാവിലെ ആയപ്പോഴേക്കും അച്ഛന് സുഖമില്ലാതെയായി. അച്ഛന് വയറിളക്കമായി ചാരനിറത്തിലുള്ള ദ്രാവകം ശരീരത്തിൽ നിന്ന് വിസർജിക്കുവാൻ തുടങ്ങി. എനിക്ക് ഭയമായി. ഞാൻ സഹായത്തിനായി ഓടി. ഒരിക്കലും ഞാനത്ര വേഗത്തിൽ ഓടിച്ചിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കോളറയാണെന്ന് നേഴ്സിന് മനസ്സിലായി. അദ്ദേഹത്തിന് പാനീയങ്ങൾ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മുൻകൂട്ടി തയ്യാർ ചെയ്ത ORS ഇല്ലാതിരുന്നതിന് ഞങ്ങൾ അച്ഛനു വേണ്ടി ഒരു പ്രത്യേക പാനീയം തയ്യാറാക്കി. ആദ്യമായി ഞങ്ങൾ വെള്ളം തുണിയിലൂടെ അരിച്ചു. 1 മിനിറ്റ് നന്നായി തിളപ്പിച്ച് ശുദ്ധീകരിച്ചു. പിന്നീട് ശുദ്ധീകരിച്ച വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പും 6 ടീസ്പൂൺ പഞ്ചസാരയും കലർത്തി നന്നായി ഇളക്കി. ആ പാനീയത്തിന് കണ്ണുനീരിന്റെ രുചിയായിരുന്നു. ഉപ്പ് അത്ര അധികമേ ഇല്ലായിരുന്നു. അച്ഛൻ എൻ്റെ കൺമുൻപിൽ വെച്ച് മരിച്ചു പോകുമോ എന്ന് ഞാൻ ആകുലപ്പെട്ടു. എന്നാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹം കുറച്ച് ആരോഗ്യവാനായി കാണും. കോളറ ബാധിതരായ എല്ലാവരും അച്ഛനെ പോലെ രോഗം മൂർച്ഛിക്കണമെന്നില്ലെന്നും എന്നാൽ അവർക്ക് രോഗം പരത്തുവാൻ സാധിക്കുമെന്ന് നേഴ്സ് എന്നോട് വിശദീകരിച്ചു. ഇനി എനിക്ക് എൻ്റെ ഗ്രാമത്തിൽ ശുദ്ധജലം എത്തിക്കേണ്ടതുണ്ട്. അതുപോലെ കോളറയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഗ്രാമവാസികളെ ബോധവൽക്കരിക്കേണ്ടതുമുണ്ട്. ഒരു പെൺകുട്ടി വെള്ളവുമായി പോകുന്നത് ഞാൻ കണ്ടു. ശേഖരിച്ച വെള്ളത്തിൽ ക്ലോറിൻ കലർത്തി അരമണിക്കൂർ നേരം കാത്തിരുന്നാൽ ജലം ശുദ്ധീകരിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. വൃത്തിഹീനമായ കരങ്ങൾ കൊണ്ട് ആഹാരം കഴിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. കക്കൂസിൽ പോയതിനു ശേഷം എപ്പോഴും കൈകൾ വൃത്തിയാക്കണമെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. വൃത്തിയായ കരങ്ങൾ കൊണ്ട് മാത്രമേ സുരക്ഷിതമായി ഭക്ഷിക്കാനാവുകയുള്ളൂ. ഗ്രാമവാസികൾ നമ്മുടെ നദിയിൽ കോളറ പടർത്തുന്നത് ഞാൻ കാണുകയുണ്ടായി. കക്കൂസ് കുഴിക്കുമ്പോൾ കുറഞ്ഞത് 30 മീറ്ററെങ്കിലും നദിയിൽ നിന്ന് അകലത്തായി കുഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഗ്രാമം വൃത്തിയായി സംരക്ഷിക്കുവാൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഒരു വീട്ടമ്മ ശുചിത്വമില്ലാത്ത ആഹാരം പാകം ചെയ്യുന്നത് ഞാൻ കണ്ടു. ആദ്യമായി കൈകൾ വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകണമെന്നും ആഹാര പദാർത്ഥത്തിന്റെ തൊലി കളയണമെന്നും ഞാൻ അവരോട് പറഞ്ഞു. പാകം ചെയ്ത ആഹാരം ചൂടോടെ കഴിക്കണമെന്നും പ്രാണികൾ കയറാതെ അടച്ചു വയ്ക്കണമെന്നും ഞാൻ അവരെ ബോധ്യപ്പെടുത്തി. ഗ്രാമത്തിൽ ആകമാനം ബോധവൽക്കരണം നടത്തിയതിനു ശേഷം ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സന്തോഷമായി. എൻ്റെ ഗ്രാമം ആരോഗ്യപൂർണമായി. ഇപ്പോൾ ഞങ്ങൾ വെള്ളം അരിച്ചും തിളപ്പിച്ച് ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുന്നു. ഞങ്ങൾ കക്കൂസുകൾ ഉപയോഗിക്കുന്നതും അതിനുശേഷം കൈകൾ വൃത്തിയായി കഴുകുകയും ചെയ്യുന്നു. ആഹാരം പ്രാണികളിൽ നിന്ന് സുരക്ഷിതമാണ്. കഴുകിയതും തൊലി കളഞ്ഞതും പാകം ചെയ്തതുമാണ്. അതുപോലെ ഞങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും മുമ്പായി കൈകൾ വൃത്തിയായി കഴുകുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തെ കോളറയിൽ നിന്ന് സംരക്ഷിച്ചു. നിങ്ങൾ ഈ ആശയം പ്രചരിപ്പിക്കൂ. നിങ്ങളുടെ ഗ്രാമത്തെ കോളറയിൽ നിന്ന് സംരക്ഷിക്കൂ.